വീണ്ടും വന്നേക്കുകയാണ് ഹെയർ ഗ്രോത്ത് ചാലഞ്ചിന്റെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. നമ്മൾ ആദ്യത്തെ ആഴ്ചത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. ഒരാൾ ചാലഞ്ചിൽ പങ്കെടുത്തു എന്നറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതല്ല ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന്. എങ്കിൽ പോലും എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഫേക്കായിട്ട് ഒരു കാര്യങ്ങളുമല്ല, എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അത് ആദ്യത്തെ വീഡിയോ ആയിട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ആയി പോയി. അപ്പോൾ അത് കുറേ പേര് പറഞ്ഞായിരുന്നു കുറേ നേരം ലാഗായി പോയിന്ന്. അത് ലാഗല്ല ഒരിക്കലും. അതിൻ്റെ അത് കുറേ ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മാത്രമല്ല. പിന്നെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് കാര്യങ്ങളെല്ലാം ഒന്ന് കറക്റ്റായി സംസാരിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ ആഴ്ചയിലെ കാര്യങ്ങളെല്ലാം എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ആഴ്ചയിലെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അടുത്ത ആഴ്ച ആയപ്പോൾ നമുക്ക് ഹെയർ ഗ്രോത്ത് എന്തെങ്കിലും 1 ഇഞ്ചെങ്കിൽ 1 ഇഞ്ച് കൂടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ കറക്റ്റ് അളവാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇത്ര എൻ്റെ ഹെയർ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ആ ഹെയർ എത്ര ഉണ്ടെന്ന് നോക്കാം. 58 സെൻറ്റിമീറ്റർ ആണ് ഗൈസ്. അതായത് എനിക്ക് 1 ഇഞ്ച് കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് കൂടിയിട്ടുണ്ട്. അത് അത്ഭുതകരമായിട്ടുള്ള മാറ്റമാണ്. ഞാൻ പറഞ്ഞ അതേ മെത്തേഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്കും ഇതേ കണക്കത്തുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് തൈര് കണ്ടോ, കുറച്ച് നേരമായി ഞാൻ എടുത്ത് വെച്ചിട്ട് ഈ ട്രൈപോഡ് സെറ്റ് ആവാത്തത് കൊണ്ടാണ് ഡിലേ ആയിപ്പോയത്. അപ്പം 3 ടേബിൾ സ്പൂൺ ഞാൻ തൈര് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. വെള്ളയല്ല, മഞ്ഞ എടുത്തിട്ടുണ്ട്, സോറി കേട്ടോ. ഒരു മുട്ട മൊത്തത്തിൽ പൊട്ടിച്ചിട്ടതും അതേപോലെ തന്നെ നമ്മളെ തൈരുമാണ്. ഒരു 3 ടേബിൾ സ്പൂൺ വരുന്ന നമ്മളെ തൈരും മുട്ടയാണ് ഇന്നത്തെ ഒരു മാസ്കിങ് പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട യാതൊരു വിധത്തിൽ ആവശ്യമില്ല. മുട്ട ഒരു പ്രോട്ടീനാണ്. അത് പ്രോട്ടീൻസും മിനറൽസും വിറ്റാമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ഫുഡാണ് മുട്ടയെ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ മുടിക്കകത്ത് കെരാറ്റിൻ ഉണ്ടായതുകൊണ്ട് സ്പ്ലിറ്റ് എൻസിലൊക്കെ വന്ന് നല്ല രീതിയിൽ എന്താ പറയുക മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കും. അത് നിങ്ങൾക്ക് അനുഭവിച്ച് തന്നെ അറിയാം. അതേപോലെ തന്നെ തൈരെന്ന് പറയുന്നത് നമ്മൾ ഫ്രിസി ആയിട്ടുള്ള ഹെയർസ് ഒക്കെ ആണെങ്കിൽ അത് സോഫ്റ്റ് ആക്കും. ഒരു മോയ്സ്ചറൈസിങ് പോലെ നമുക്ക് നാച്ചുറലി ആക്ട് ചെയ്യാവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തൈരെന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ലാക്റ്റിക് ആസിഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ഹെയറിൻ്റെ അകത്തുള്ള ചൊറിച്ചിലും അതേപോലെ ഹെയർ ഡാൻഡ്രഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിമൂവ് ചെയ്യുക. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമ്മളെ ഹെയറിനെ വളരെയധികം വേണ്ട ഒരു കാര്യം. ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിക്കാൻ പറ്റി അത്രയും നല്ലത്. പക്ഷെ മാസത്തിൽ 1 ദിവസമേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ റിസൾട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ആഴ്ച 2 തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അപ്പം ഞാൻ ആദ്യം എടുക്കുന്നത് മുട്ടയാണ്. മുട്ട നമുക്കറിയാം കുറച്ച് എന്താ പറയുക സ്മെല്ല് കാണും. എല്ലാവർക്കും ഇതിൻ്റെ സ്മെല്ല് പിടിക്കണമെന്നില്ല. പക്ഷേ നമ്മൾക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഇത് യൂസ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇത് സ്മെല്ല് ഉണ്ടായിട്ട് തന്നെ നമുക്ക് ഏതെങ്കിലും മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് നമുക്കിത് എന്താ പറയുക തേച്ച് കളയാവുന്നേ ഉള്ളൂ. അല്ലാതെ മണം ഒന്നും പ്രശ്നമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ തന്നെ കളയാം. പിന്നെ ഇതിന് കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ലെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ തൈരെന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒരു മോയ്സ്ചറൈസറായിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്നൊരു മോയ്സ്ചറൈസർ എടുക്കേണ്ടതായിട്ട് വരത്തില്ല. അപ്പോൾ നല്ല രീതിയിൽ മുടിയിൽ മുട്ട തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നല്ല രീതിയിൽ തേച്ച് കൊടുക്കുക. പിന്നെ വേറെ കുറച്ച് പേര് എൻ്റെ ഡൗട്ട് ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ഇത് ബോയ്സിന് യൂസ് ചെയ്യാൻ പറ്റുമോയെന്ന്. മുടി എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. നമ്മളെ ഹെയർ ഗ്രോത്തിന് നമ്മൾ കഴിക്കുന്ന ഫുഡിനെയും നമ്മൾ മുടിക്ക് കൊടുക്കുന്ന കെയറിനും അനുസരിച്ചാണ് ഓരോരുത്തരുടെ ഹെയറിലും വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ടിപ്സ് എല്ലാം ബോയ്സിനും ഒരേ കണക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ഗേൾസിന് മാത്രമല്ല. അപ്പം ബോയ്സ് പ്ലീസ് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്കും ഇത്രത്തോളമുള്ള മാറ്റങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. ഞാൻ നല്ല രീതിയിൽ മുടി മൊത്തത്തിൽ തേച്ചിട്ടുണ്ട്. ഭയങ്കര രീതിയിൽ സ്മെല്ലുണ്ട്. അപ്പോൾ ഇതെനിക്ക് 30 മിനിറ്റ്സ് ഒക്കെ മുടിയിൽ അല്ലെങ്കിൽ തലയിൽ വയ്ക്കുക എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതേപോലെ ആയിരിക്കും നിങ്ങളും. പക്ഷേ നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിത് തേച്ച് ഞാനൊരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേനെ ഇതൊന്ന് തലയിൽ മൊത്തത്തിൽ ആയിന്ന് നമുക്ക് തോന്നുമ്പോഴത്തേനും നമുക്ക് തൈര് പരത്താം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൈര് പരത്തിയെന്ന് വെച്ചാൽ യാതൊരു വിധത്തിലും പ്രശ്നമില്ല. ഡൗട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ്സ് ചോദിക്കാവുന്നതാണ്. അത് ഞാൻ തൈര് എടുത്തിട്ടുണ്ട്. തൈര് കൂടുതലായിട്ട് സ്കാൽപ്പ് തേക്കുന്നത് വഴി ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ചൊറിച്ചിലും ഡാൻഡ്രഫും ഒന്നും ഉണ്ടാകത്തില്ല. നമ്മൾ എന്തെങ്കിലും ഡെഡ് ആയിട്ടുള്ള ടിഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഫുള്ള് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ തൈരെന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ്. മുടിയിൽ തേക്കുന്നത് വഴി നമുക്കൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടും.
തേക്കാം. അപ്പോൾ അതാണ് ഞാൻ നല്ല രീതിയിൽ തൈരും തേച്ചിട്ടുണ്ട്. മുടിയുടെ എൻഡ് വരെ ഞാൻ തൈരും തേച്ചിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും കൂടി തേച്ചതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് മുടിക്ക് ഫുള്ള് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കെട്ടി വെച്ചേക്കാം. സത്യം പറഞ്ഞിട്ട് പറയാൻ എനിക്ക് നല്ല രീതിയിലുള്ള ചേഞ്ചസ് മുടിക്ക് തോന്നുന്നുണ്ട്. നമ്മളിത്തി പറയാം എന്താ കട്ടി കൂടി കണക്കും ഒക്കെ തോന്നാറുണ്ട്. നിങ്ങൾക്ക് തന്നെ ഡിഫറൻസ് മനസ്സിലായിട്ട് കഴിഞ്ഞ വീഡിയോ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്കും അത് മനസ്സിലാവും ക്ലിയർ ആയിട്ട്. അപ്പം ഞാൻ മുടി ഇവിടെയൊക്കെ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ച് ലാഗും കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല, പെട്ടെന്ന് തന്നെ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ ഇത് യൂസ് ചെയ്യുക, ഈ മെത്തേഡ്. ഇതിൽ ഹെയർ മാസ്ക് കൂടെ നിങ്ങൾക്ക് 30 മിനിറ്റ്സ് തലയിൽ വെച്ചേക്കാം. ഇത് കഴിഞ്ഞ് എന്താ പറയുക അടുത്ത ആഴ്ചയിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പം ഞാൻ കറക്റ്റ് നമ്മൾ അടുത്ത ആഴ്ചയിലെ മുടിയുടെ ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ നിങ്ങളും ഇതെല്ലാം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. ആ റിസൾട്ട് നിങ്ങൾ എന്തായാലും എൻ്റെ അടുത്ത് പറയണം. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ഓക്കെ ബായ് എല്ലാവരും. പിന്നെ വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഡെയിലി കുളിക്കണോ, മുടി നനയ്ക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കുളിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. പക്ഷേ തലമുടി നനയ്ക്കുന്നത് ആഴ്ചയിൽ 3 times ആണ് മതി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വെള്ളം പ്രഷറായിട്ട് ഷവറിലൊക്കെ കുളിക്കുന്നവരാണെങ്കിൽ ഭയങ്കരമായിട്ട് ഫോഴ്സി വന്ന് നമ്മളെ ഹെയറിലോട്ട് തലയിലോട്ട് വെള്ളം വീഴുന്നത് വഴി ഹെയർ പൊഴിച്ചിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊരു 3-4 തവണ ആഴ്ചയിൽ മാത്രം തല നനച്ചാൽ മതി. അപ്പം ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നല്ല രീതിയിൽ എന്താ പറയുക മുടി ചീകി കെട്ടിയിട്ട് കിടന്നുറങ്ങുക. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഹെയർ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ടിപ്സ്. ബാക്കി ടിപ്സൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇത് ഒരുപാട് ലാഗ് ആക്കുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പം എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവുമെന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഞാൻ മുടി വാഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വന്നത്. അതുകൊണ്ട് എൻ്റെ മുടിയുടെ വ്യത്യാസം നിങ്ങൾ കണ്ടു. നല്ല സ്മൂത്തായിട്ട് സിൽക്കി ആയിട്ടാണ് ഹെയർ കിടക്കുന്നത്. അത്രമാത്രം ഡിഫറൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും നേരത്തെ നിന്ന് മുടിയിൽ നിന്ന് എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്ന്. ആ ഹെയർ മാസ്ക് നല്ല രീതിയിൽ യൂസ്ഫുള്ളാണ് നമ്മുടെ ഹെയറിന്. എനിക്ക് നല്ല രീതിയിൽ ഒരു കൂൾനെസ്സും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വന്നത്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്.